37ാമത് ഈ പ്ലീനറി അസംബ്ലി വളരെയേറെ ഫലപ്രദമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭാരതത്തെ ഒന്നായി കാണാൻ, വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിന് പരിഹാരമാർഗങ്ങൾ തേടുന്നതിനുമുള്ള ഒരവസരമായി മാറി. അടിസ്ഥാനപരമായി സുവിശേഷാധിഷ്ഠിതമായ മൂല്യങ്ങളിൽ ഊന്നി നിന്ന് ഒരു ഭാരതീയർ എന്നുള്ള നിലയിൽ നാം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ആ ദൗത്യത്തെപ്പറ്റിയുള്ള വിലയിരുത്തലുണ്ടായി. വിവിധ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ വളരെ ഫലപ്രദമായി ധാരാളം പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായി. ഇത്രമാത്രം പ്രവർത്തനങ്ങൾ ഭാരതസഭ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ചും അവിഹിത പ്രദേശങ്ങളിൽ പാവപ്പെട്ടവരുടെ ഇടയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ട്, ദേശീയ തലത്തിൽ നാം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വേവലാതികൾ അവതരിപ്പിക്കപ്പെട്ടു. അതിനുള്ള പരിഹാരം, ഒന്നാമതായി നമുക്ക് ആത്മീയമായ പരിഹാര മാർഗങ്ങൾ തേടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സുവിശേഷാധിഷ്ഠിതമായ ആത്മീയതയിൽ സഭ കൂടുതൽ നവീകരിക്കപ്പെടണം, ഉറപ്പിക്കപ്പെടണം എന്നുള്ള ആ ഒരു ആശയമുണ്ടായി. അപ്പം അതോടൊപ്പം ഭാരതത്തിൻ്റെ ഭരണഘടന, ആ ഭരണഘടനയുടെ മഹത്വം ഒരിക്കൽ കൂടി വിലയിരുത്താനിടയായി. ഈ ഭരണഘടനയും ജനാധിപത്യത്തിൻ്റെ, സെക്കുലറിസത്തിൻ്റെ ആ ഒരു മഹിമയുമെല്ലാം ഭരണാധികാരികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഭാരതത്തിലെ ഭരണഘടന യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കും സുവിശേഷ മൂല്യങ്ങൾക്കും അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടനയാണ്. ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാനും ആ ഭരണഘടന അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആ നിലപാടുകളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടാനുമുള്ള ഒരവസരമായി ഈ അവസരം മാറിയിട്ടുണ്ട്. നമ്മുടെ നാടിനെപ്പറ്റി അഭിമാനിക്കാൻ ധാരാളമുണ്ട്. അതോടൊപ്പം വിവിധ മേഖലകളിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവയും പരിഗണനയ്ക്ക് വിധേയമായി എല്ലാവരും വലിയ ഒരു പ്രതീക്ഷയാണ് പുലർത്തുന്നത്. പല മേഖലകളിലുള്ള നമ്മുടെ വളർച്ചയെ സംബന്ധിച്ച് അഭിമാനമുണ്ട്. അതോടൊപ്പം ഈ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതാണ് പ്രത്യേകിച്ചും ഈ പ്ലീനറി അസംബ്ലിയിൽ CBCI പരിഗണിച്ച വിഷയം വളരെ പ്രയോജനകരമായിരുന്നു എന്നുള്ളതാണ്. പിതാവെ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പം പിതാവ് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ച്, അതും ഇവാഞ്ചലൈസേഷനായിട്ടുള്ള സംസാരമാണ്. അപ്പോൾ നമ്മളിപ്പം ഈ നോർത്ത് ഇന്ത്യയിൽ ഇപ്പം ക്രിസ്ത്യൻ പെർസിക്യൂഷൻ ഉണ്ടാകുന്നത്, അത് നമ്മൾ എങ്ങനെ നേരിടും, എന്നാണ് നമ്മുടെ ഫോക്കസ്, നമ്മൾ എങ്ങനെ അത് ഹൗ വി വിൽ ഫേസ് ഇറ്റ് എന്നുള്ള സംഗതിയിൽ എന്തെങ്കിലും ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇത് വാസ്തവത്തിൽ ഉണ്ടാകുന്ന വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളെ ആത്മസംയമനത്തോടെയാണ്, നമ്മുടെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം അഭിമുഖീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നിടത്തെല്ലാം പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അത് സഭയുടെ ചരിത്രമാണ്. അതിനെ ഓർത്ത് ഭയപ്പെടുകയോ അതിനെ ഓർത്ത് നാം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയോ ചെയ്യാൻ പാടില്ല. അത്
സഭയുടെ ചരിത്രത്തിൽ സ്വാഭാവികമായി നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒന്നാണ്. അതിനെ വിശ്വാസത്തോടെയും കൂട്ടായ്മ അനുഭവത്തിലും ആത്മീയമായ മാർഗങ്ങളിലൂടെയുമെല്ലാം തരണം ചെയ്യണം എന്നുള്ളതാണ്.